ഹായ് നമസ്കാരം. ഇന്ന് വ്യാഴാഴ്ചയാണ്. അപ്പോൾ രാവിലെ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. കാരണം എല്ലാ വ്യാഴാഴ്ച അമ്പലത്തിൽ പോകാറുണ്ട്. ഇന്നത്തെ എൻ്റെ വേഷം എന്ന് പറയുന്നത് മഞ്ഞ കളറിലെ ഷർട്ട് പോലത്തെ ടീഷർട്ടാണോന്ന് ചോദിച്ചാൽ അല്ല. അതാണ്. പിന്നെ നമ്മുടെ മുണ്ടും. അപ്പം ഭഗവാനെ കാണാൻ പോകുമ്പോൾ വെറും കൈയോടെ പോകരുതെന്നാണ് പൊതുവേ ഒരു പറച്ചിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള ചെത്തിപ്പൂ, ഞങ്ങളിവിടെ ചെത്തിപ്പൂ എന്നാണ് പറയാ. ചെത്തിപ്പൂവൊക്കെ ഇങ്ങനെ കയ്യിലേന്തി ഭഗവാനെ കാണാനായിട്ടുള്ള യാത്രയിലാണ്. പോകുന്നത് മഞ്ഞ കളറിലെ വണ്ടിയിലാണ്. മഞ്ഞ വിട്ടൊരു കളിയില്ല. അത് മഞ്ഞാന്ന് പറഞ്ഞാൽ മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടും കൂടി ഉണ്ടായാൽ മതിയായിരുന്നു അല്ലേ? ഇതാണ് ഞങ്ങളുടെ അമ്പലം. പശ്ചിമ കൊച്ചിയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ശ്രീരാമക്ഷേത്രങ്ങളിൽ ഒന്നാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ശ്രീരാമൻ, സീത, ലക്ഷ്മണ സമേതം ഇരിക്കുന്ന പട്ടാഭിഷേക പ്രതിഷ്ഠയാണ് അമ്പലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു അമ്പലമാണ്. ഇപ്പോൾ അമ്പലത്തിലെ തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് ചന്ദനക്കുറിയൊക്കെ തൊട്ട് അമ്പലത്തിൽ ചെറിയൊരു ചടങ്ങുണ്ട്. അതായത് ഞങ്ങളുടെ അമ്പലത്തിൽ കുറേ ചേച്ചിമാർ ചേർന്നിട്ട് അവർക്കൊരു കൈകൊട്ടിക്കളി ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിന് അവർ ഒഫീഷ്യലി ഇന്ന് അതിനൊരു പേരിടുകയാണ്. അപ്പോൾ ആ ചടങ്ങാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതാണ് ആ പേരിടൽ ചടങ്ങ്. ശ്രീ സീതാ വല്ലഭ കൈകൊട്ടിക്കളി ഗ്രൂപ്പ് എന്നാക്കിയിട്ട് അവരിന്ന് ഒഫീഷ്യലി ആ ഗ്രൂപ്പിനൊരു പേരിട്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിലെ പ്രസിഡന്റും സെക്രട്ടറിയും കൂടി ചേർന്നിട്ടാണ് അത് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തത്. ഇത് ഞങ്ങളുടെ സ്വന്തം ശൈല ചേച്ചിയാണ്. കൊച്ചിൻ കോർപ്പറേഷനിലെ 24ാം ഡിവിഷന്റെ കൗൺസിലറാണ്. ഈ ഗ്രൂപ്പുമായിട്ടൊക്കെ വളരെ അടുത്ത് ബന്ധമുള്ള ഒരാളാണ്. കോർപ്പറേഷനിലെ മികച്ചൊരു കൗൺസിലറും കൂടിയാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളെ സെക്രട്ടറി അതിനെ പ്രശംസിച്ചുകൊണ്ട് അവർക്ക് കൂടുതൽ ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ എന്ന് പറയുകയാണ്. വീട്ടിൽ തിരിച്ചെത്തി കഴിഞ്ഞപ്പോഴേക്കും ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്: ബ്രെഡ് ടോസ്റ്റ് ചെയ്തതും ബുൾസയും ചായയും. അപ്പോൾ അമ്പലത്തിലൊക്കെ പോയി വന്നു. ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് അമ്പലത്തിലുണ്ടായിരുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും കാണാം. ബൈ.